വേറെ ഈ വീരന്മാർ പണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായില്ലാത്ത പല വഴികളും. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അത് പറയില്ലേ. എന്താ ഇത്രയും ദിവസമായിട്ട്? കാരണം എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടേതായ ഒരു പ്രതികരണം പുറത്തു വന്നു. എന്താണ്? PV അൻവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണെന്ന് മറന്നുപോയി എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ പേടിച്ചു കണ്ടുകിട്ടിയത് കണ്ടപ്പോൾ. എന്നാൽ ഒരാരോപണം പ്രതിപക്ഷ നേതാവിന് ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ പറഞ്ഞ ആരോപണം, അതിനപ്പുറം അതിന് ഒരു പ്രാധാന്യമില്ല. കഴമ്പുള്ളതുകൊണ്ട് ഇപ്പൊ അത് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ഗൌരവമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇത് അദ്ദേഹം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നേരത്തേതുപോലെ ഒരു ഉണ്ടായില്ല വെടിവെച്ചു. ഞാൻ മുൻകാലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ആട്ടും ചവിട്ടും കൊണ്ട് സഹിച്ചു കഴിയാതെ ഒരു കാര്യം CPIക്ക് അവർക്ക് അവരുടേതായ നിലപാടുകൾ ഉറക്കം പറയണം. ഈ ഇതിപ്പോ ADG പിന്നെ മോഹൻ ഭഗത്തിനെ കണ്ടു, അല്ലെങ്കിൽ രാംദേവിനെ കണ്ടു, ദത്താത്രേയനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ചെറുതല്ല. കാരണം BJPയെയും RSSനെയും അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ പാർട്ടി കോൺഗ്രസിന്റെ CPIയുടെ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ഇന്ത്യ മുന്നണിയിൽ അംഗമായ പാർട്ടിയാണ് CPI. ആ CPI ഇവിടെ അവർക്ക് പോലും അവരെ പോലും തകർക്കുന്ന രൂപത്തിൽ ഇവിടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി BJPയും RSSുമായി രഹസ്യബന്ധമുണ്ടാക്കി അവരുടെ 2 സീറ്റിലും തോൽപ്പിക്കാൻ ശ്രമിക്കുകയും യഥാർത്ഥമായി ഇടതുമുന്നണിയുടെ നയത്തിൽ നിന്ന് CPI ഉയർത്തിപ്പിടിച്ച നയത്തിൽ നിന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അവരതേക്കുറിച്ച് ചിന്തിക്കുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? അവരും ചിന്തിക്കട്ടെ.